ജന്മാദ്യസേതോന്നയാദിതരതച്ചാർത്തേഷ്ടവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഖ്യന്തിയത് സൂരയ തേജോ വാരി മൃതാം യഥാ വിനിമയോ യത്രത്തി സർഗോമുഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തീർത്ഥയാത്ര കഴിഞ്ഞ് വന്ന വിതുരൻ ധർമ്മപുത്രരെ കാണുന്നു. ആ ധർമ്മപുത്രർ ചില ചോദ്യങ്ങൾ, എവിടെയൊക്കെ പോയി എന്നൊക്കെ പറയാൻ വേണ്ടി പറയുകയും ചെയ്തു. തീർത്ഥീ കുറുവന്തി തീർത്ഥാനി എന്നൊരു പ്രയോഗം അവിടെയുണ്ട്. വിതുര, നിങ്ങൾക്കൊക്കെ എന്തിനാ ശരിക്കും തീർത്ഥയാത്രയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ മുങ്ങിയ ആർക്കാ ഗുണം അറിയാം? തീർത്ഥങ്ങൾക്കാണ്. സാധാരണ നമ്മൾ തീർത്ഥത്തിൽ മുങ്ങിയാൽ നമുക്ക് ഗുണം, കാരണം നമ്മുടെ പാപം നമ്മൾ തീർത്ഥങ്ങൾക്ക് കൊടുക്കും. പക്ഷെ വിതുരനെ പോലെ പുണ്യവാന്മാർ മുങ്ങിയാലോ തീർത്ഥങ്ങൾക്കാ ഗുണം, കാരണം അവർക്ക് കൊടുക്കാൻ പാപങ്ങളൊന്നുമില്ല. തീർത്ഥങ്ങൾക്ക് ഒന്നും കൊടുക്കാനില്ല, പാപമായിട്ടൊന്നും കൊടുക്കാനില്ല. അപ്പോൾ ആ തീർത്ഥം ഒന്നും കൂടിയാണ് തീർത്ഥവും, ഒന്നും കൂടി അങ്ങോട്ട് ശുദ്ധീകരിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് വിതുര നിങ്ങളെപ്പോലുള്ളവർ. അപ്പോൾ പോയതായിട്ടുള്ള തീർത്ഥങ്ങളെല്ലാം പറഞ്ഞു. വിനാ യദുകുലക്ഷയം, യദുകുലത്തിൻ്റെ ക്ഷയം ഒഴികെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതെന്താ കാരണം എന്ന് വെച്ചാൽ, നന്യപ്രിയൻ ദുർവിഷകം നിണാം സ്വയം ഉപസ്ഥിതം. ദുർവിഷകം, സഹിക്കാൻ വിഷമമുള്ളതായ അപ്രിയം, നല്ല വ്യക്തികൾക്ക് മറ്റുള്ളവരോട് പറയാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് വിതുരൻ പറയാതിരുന്നത്. ധർമ്മപുത്രർക്ക് താങ്ങാനാവില്ല കൃഷ്ണൻ്റെ വിയോഗ വാർത്ത. അടുത്തത് കഞ്ചിത് കാലമതാവാസീർ സത്കൃതോ ദേവവത് സുഖം പ്രാതുജ്യേഷ്ഠസ്യ ശ്രേയസ്കൃത് സർവേഷാം പ്രീതിമാവഹൻ. അഥാ പിന്നെ ദേവവത്, ദേവൻ എന്ന പോലെ, സത്കൃത സൽക്കരിക്കപ്പെട്ടും. വിതുരൻ വളരെ യോഗ്യനായതുകൊണ്ട് അതിനനുസരിച്ചിട്ട് തന്നെ ധർമ്മപുത്രർ സ്വീകരണം കൊടുത്തു. ജ്യേഷ്ഠസ്യ ഭ്രാതു, ഭ്രാതാവിന് ശ്രേയസ്സിനെ ഉണ്ടാക്കുന്നവനായിട്ട്, ജ്യേഷ്ഠഭ്രാതാവിന് ശ്രേയസ്കൃത്, ശ്രേയസ്സിനെ ഉണ്ടാക്കുന്നവനായിട്ട്, സർവേഷാം എല്ലാവർക്കും പ്രീതിയെ ജനിപ്പിക്കുന്നവനായിട്ട് കുറേ കാലം അവിടെ വസിച്ചു. ആരാ? ജ്യേഷ്ഠപുത്രൻ ധർമ്മപുത്രർ. ആ ധർമ്മപുത്രർക്ക് സന്തോഷത്തെ ജനിപ്പിച്ചുകൊണ്ടാണ് വിതുരൻ അവിടെ സ്ഥിതി ചെയ്തത്. പക്ഷെ അവിടെ അങ്ങനെ വസിച്ചു, അങ്ങോട്ട് പോയില്ല. ധർമ്മപുത്രരെ പോലെയുള്ളവർക്കൊക്കെ വലിയ ബഹുമാനവും സന്തോഷമൊക്കെയാണ് വിതുരനെ പോലെയുള്ളവർ വന്നാൽ. നല്ലവരല്ലേ വരേണ്ടത്. ഏഷണിയില്ല, സ്വാർത്ഥമില്ല, മനസ്സിന് വിഷമമുണ്ടാക്കണ ഒരു വർത്തമാനവും പറയില്ല. കൃഷ്ണ തിരോധാനം പോലും പറഞ്ഞില്ല. ധർമ്മപുത്രർ ദുഃഖിക്കുന്നു മനസ്സിലാക്കിയിട്ട് സന്തോഷത്തെ കൊടുക്കുന്ന വർത്തമാനം മാത്രം പറയുക. അതാണ് ഈ വിതുരൻ്റെ സ്വഭാവം. അതുകൊണ്ട് കഞ്ചിത് കാലം അഥ അവാസീത്, അവിടെ കുറച്ചു കാലം കഴിഞ്ഞുകൂടി. എങ്ങനെ? സേവവത് സുഖം സംസ്കൃതോ, ഒരു ദേവനെ പോലെ ധർമ്മപുത്രരാൽ സൽക്കരിക്കപ്പെട്ടു വിതുരൻ. എങ്ങനെയൊക്കെ ബഹുമാനിക്കണോ അങ്ങനെയൊക്കെ ബഹുമാനിക്കപ്പെട്ടു. അപ്പോൾ അവിടെ ഇരിക്കാൻ സുഖം ഉണ്ടാവുമല്ലോ. പ്രാതുർജ്യേഷ്ഠസ്യ, ജ്യേഷ്ഠഭ്രാതാവിന് ശ്രേയസ് ഉണ്ടാക്കിയിട്ട്, വിതുരവാക്യം കേട്ടാൽ തന്നെ ശ്രേയസ്സാണെന്നോ. ഭ്രാതുർശ്രേയസ്കൃത്, ജ്യേഷ്ഠഭ്രാതാവിന് ശ്രേയസ് ഉണ്ടാക്കിയിട്ട് സർവേഷാം പ്രീതിമാവഹൻ. ഭ്രാതൃജ്യേഷ്ഠന് മാത്രമല്ല, ധർമ്മപുത്രർക്ക് മാത്രമല്ല, എല്ലാവർക്കും വിതുരൻ സന്തോഷത്തെ കൊടുത്തു. അഭിപ്രതര്യമാദണ്ഡം യഥാപതകാരിഷു യാവത് ദദാരശൂദ്രത്വം ശാപാത് വർഷശതം യമ. ആരാണ് ഈ വിതുരൻ്റെ കാര്യം പറയണത്? യമൻ, ശാപാത് ശാപം കേതുവായിട്ട്, വർഷശതം 100 വർഷം, ശൂദ്രത്വം ശൂദ്രൻ എന്ന നിലയെ, യാവത് ദദാര ധരിച്ചു അതുവരെ, അഖകാരിഷു പാപികളിൽ ദണ്ഡം ദണ്ഡത്തെ സൂര്യൻ യഥാവിധി ഭരിച്ചു. യമധർമ്മരാജാവിന് മാണ്ഡവ്യമുനിയുടെ ശാപം നിമിത്തം ശൂദ്രനായിട്ട് ഈ ഭൂലോകത്തിൽ ഇരിക്കേണ്ടി വന്നു എന്നാണ്.
നമ്മുടെ അഭിപ്രതര്യമാതുണ്ടെന്നൊക്കെ പറഞ്ഞത് യമ, അഭിപ്രത് യമ ദണ്ഡം. കഥ വേറൊരുത്തിലും പറയേണ്ട കാരണം ഈ വിതുരൻ യമനായിരുന്നു കഴിഞ്ഞ ജന്മത്തിലെന്നാണ്. യമൻ്റെ ജന്മമാണ് വിതുരൻ. യമനായിരുന്ന ആ ജന്മത്തിൽ ഒരിക്കലും മാണ്ഡവ്യ മഹർഷി ശൂലത്തിൽ കയറ്റി. വിതുരൻ ആകുന്ന യമനാണ്, ടോപ്പ് യമനാണ്, വിതുരനല്ല. ശൂലത്തിൽ തറച്ച് കയറ്റിയപ്പോൾ മാണ്ഡവ്യൻ ചോദിച്ചു, എന്തിനാണ് ഈ ശിക്ഷ എനിക്ക് തരുന്നത്? അറിയാനുള്ള അവകാശമുണ്ട്, അതൊന്നും ഉണ്ട് എന്നാണ് വിചാരിക്കേണ്ടത്. എല്ലാവർക്കും ചോദിക്കാൻ പറ്റില്ല കേട്ടോ യമനോട് എന്തിനാ എന്നെ ശിക്ഷിക്കണമെന്ന്. മാണ്ഡവ്യൻ ഒരു മഹർഷിയും തപസ്സി ആയതുകൊണ്ട് ചോദിച്ചു, പറഞ്ഞിട്ടങ്ങ് ശിക്ഷിച്ചോളൂ. അപ്പോൾ പറഞ്ഞു, കുട്ടിക്കാലത്ത് ഈ ജീവികളെ ശരീരത്തിൽ കമ്പ് കുത്തി അവ പെടയണത് കണ്ടിട്ട് രസിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൂർച്ചയുള്ള വസ്തുക്കൾ ശരീരത്തിൽ തട്ടിയാലുള്ള സുഖം എന്താണ് എന്നൊന്ന് അറിയണമല്ലോ. അതിനുവേണ്ടി യമനായ ഞാൻ അങ്ങയെ ശിക്ഷിക്കുകയാണെന്ന് മാണ്ഡവ്യനോട് പറഞ്ഞു. ആ കഥയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കണം. അപ്പോൾ മാണ്ഡവ്യൻ പറഞ്ഞു, ഈ കുട്ടിക്കാലത്ത് ചെയ്ത കുറ്റങ്ങൾ കുറ്റമായിട്ട് കണക്കാക്കാൻ പാടുമോ? എനിക്കതൊന്നും അറിയില്ല, ചെയ്ത കുറ്റത്തിന് ശിക്ഷ തരിക എന്നല്ലാണ്ട് അത് പാടുമോ പാടില്ലേ എന്നൊന്നും ഞാൻ പഠിച്ച സംഹിതയിലില്ല എന്നായി യമൻ. ആ മാണ്ഡവ്യന് ദേഷ്യം വന്നു, ശപിച്ചു, അടുത്ത ജന്മം മനുഷ്യനായിട്ട് തീരട്ടെ. ഒരു മനുഷ്യനായിട്ട് എന്നുവെച്ചാൽ തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ എത്രമാത്രം പ്രയാസമുണ്ട്. എല്ലാ ധർമ്മശാസ്ത്രങ്ങളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും തൃപ്തിയാക്കി ജീവിക്കാൻ എത്ര വിഷമമുണ്ടെന്ന് അങ്ങ് നേരിട്ടൊന്നറിയാം എന്നും പറഞ്ഞ് മനുഷ്യനായിട്ട് ശപിച്ചു. മാണ്ഡവ്യനെ ശിക്ഷിച്ചത് കാരണം അഭിപ്രത് അര്യമാദണ്ഡം യമൻ ശാപം കേതുവായിട്ട് ശൂദ്രത്വത്തെ പ്രാപിച്ചു. അങ്ങനെയാണ് അര്യമ സൂര്യൻ ഇങ്ങനെ ആയിട്ട് തീർന്നത്. 100 വർഷം ശൂദ്രനായിട്ട് ഭൂലോകത്തിൽ ഇരിക്കേണ്ടി വന്നു യമന്. ആ ഒരു ജന്മമാണ് വിതുരൻ. ആ കാലം യമലോകത്തിൽ ചെല്ലുന്ന പാപികളെ ശിക്ഷിക്കേണ്ടതായ ഭാരത്തെ ധർമ്മരാജാവിന് പകരം സൂര്യഭഗവാൻ നടത്തി എന്നാണ്. കാരണം അപ്പം യമൻ അവിടെ ഇല്ല, യമൻ്റെ പദവി അവിടെ ഒഴിഞ്ഞിട്ടാണല്ലോ കിടക്കണം. അപ്പോൾ സൂര്യനാണ് ഈ യമൻ്റെ സ്ഥാനം കൈകാര്യം ചെയ്തത്. അര്യമ എന്ന് പറഞ്ഞാൽ ഇവിടെ സൂര്യൻ എന്നാണ്. അപ്പോൾ മാണ്ഡവ്യൻ്റെ ശാപം കൊണ്ട് യമൻ വിതുരനായി എന്ന് ചുരുക്കം അത്രയേ ഉള്ളൂ. അപ്പോൾ ആ സ്ഥാനത്ത് യമൻ്റെ സ്ഥാനത്ത് ആരിരുന്നു? അര്യമ, അഭിപ്രത് അര്യമ സൂര്യൻ. അഭിപ്രതര്യമാദണ്ഡം യഥാവതകാരിഷു, പാപം ചെയ്യണവരെ ശിക്ഷിക്കാനായിക്കൊണ്ട് സൂര്യനാണ് ആ കാലത്ത് യമനായത്. അച്ഛൻ സൂര്യൻ്റെ മകനാണ് യമൻ. യാവത് ദദാരശൂദ്രത്വം ശാപാത്മഷ്ടശതം സമ യമ. അപ്പം ആ യമനാണ് ഇവിടെ വിതുരനായി വന്നത്. സൂത ഉവാച, അതിന് യോഗ്യതയുണ്ട്. യമൻ ചില്ലറക്കാരനല്ലല്ലോ, ധർമ്മമൊക്കെ അറിയുന്ന ആളാണ് യമൻ എന്നാണ് സങ്കല്പം. യുധിഷ്ഠിര ലബ്ധരാജ്യോദിഷ്ട്വാപുത്രം കുലം ധരീം പ്രാതൃഭിർ ലോകപാലാഭിർ മുമുദേ പരയാശിയ. ലബ്ധരാജ്യ, രാജ്യത്തെ പ്രാപിച്ച യുധിഷ്ഠിര ധർമ്മപുത്രർ ലോകപാലൈ, ലോകപാല സദൃശന്മാരായ ഭ്രാതൃഭി സഹോദരന്മാരാൽ കുലം ധരം, കുലത്തെ നിലനിർത്തുന്ന പൗത്രം, പുത്രൻ്റെ പുത്രനെ കണ്ടിട്ട്, അതായത് പരീക്ഷത്തിനെ കണ്ടിട്ട് ഉത്കൃഷ്ടമായ ശോഭയോടെ സന്തോഷിച്ചു. ധർമ്മപുത്ര രാജ്യത്തെ ലഭിച്ചു. ലോകപാലന്മാർക്ക് തുല്യമായിട്ടുള്ള അനുജന്മാരുണ്ട്, 4 ആൾക്കാർ. ആ വംശത്തെ നിലനിർത്താൻ തക്ക യോഗ്യനായിരിക്കുന്ന പൗത്രനായിട്ടുള്ള പരീക്ഷത്തിനെ നോക്കി സന്തോഷത്തോടു കൂടി കഴിച്ചുകൂട്ടി. ഏവം ഗൃഹേഷു സക്താനാം പ്രമത്താനാം തദീഹയാത്യക്രാമത വിജ്ഞാത കാലപരമദുസ്തര. ഇപ്രകാരം ഗൃഹങ്ങളിൽ അതിതാൽപര്യമുള്ളവരും ഗൃഹേഷു സക്താനാം അതിതാൽപര്യമുള്ളവനും തദീഹയ ആ വ്യാപാരത്താൽ പ്രമത്താനാം മതിച്ചവരുമായവരുടെ പരമദുസ്തര ഏറ്റവും ദുസ്തരമായ ആയുഷ്കാലം
അറിയപ്പെടാത്തതായിട്ട് അതിക്രമിച്ചു. കാലം പോകുന്നത് ആരും തന്നെ അറിയുന്നില്ല. നമ്മൾ പറയുമൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു, എത്ര വേഗം ആ കൊല്ലങ്ങളെല്ലാം പോയത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതിൻ്റെ ഒരു വേറെ വേർഷൻ ഇത്രയേ ഉള്ളൂ. അങ്ങനെ കാലം ഈ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്തും വീട്ടു സുഖങ്ങളായാലും ദുഃഖങ്ങളായാലും പ്രാരബ്ധത്തിൽ പെടുമ്പോൾ സമയം പോകുന്നത് ആരും അറിയില്ല. കാലപരമദുസ്തര, പിടിച്ചു നിർത്താൻ പറ്റില്ല കാലത്തിൻ്റെ ആ ഗതിയെ. അതാണ് പരമദുസ്തര. തടുക്കാൻ കഴിയാത്ത കാലവേഗം അങ്ങനെ മുന്നോട്ട് പോയി. വിദുരത്തദഭിപ്രേത്യ ധൃതരാഷ്ട്രം അഭാഷത രാജനിർഗമ്യതാം ശീഘ്രം പശ്യേദം ഭയമാഗതം. എന്താ ഈ ആളുകൾക്ക് ലോകത്തിലിരുന്നിട്ട് വിരക്തി വരാത്തത് എന്ന് ചിന്തിക്കുകയാണ് വിദുരൻ. അങ്ങനെയുള്ള ജ്ഞാനികളൊക്കെ അങ്ങനെ ചിന്തിക്കുക, എന്ത് ഇവർക്ക് ഈ ലോകത്തിനോട് ഇത്ര ആസക്തി? പേരക്കുട്ടിയോടും വീടിനോടും ഭാര്യയോടും ആസക്തി ഉണ്ടായിട്ട് കൂമ്പ് കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പോൾ അതൊക്കെ എന്താണറിയില്ല, അധികം ആൾക്കാർക്കും ആ ഒരു ബോധമില്ലല്ലോ. അപ്പം അതിനിവിടെ സൂചിപ്പിക്കുകയാണ്, വിദുര തത് അഭിപ്രേത്യ, കാലത്തെ ആർക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നത് അറിഞ്ഞിട്ട്, തത് അതിനെ, ഏതിനെ? കാലം ദുസ്തരമാണ് എന്നതിനെ. ധൃതരാഷ്ട്ര അഭാഷത, ധൃതരാഷ്ട്രരോട് പറഞ്ഞു. ഈ 101 മക്കൾ മരിച്ചിട്ടും ധൃതരാഷ്ട്രക്ക് വിരക്തി ഉണ്ടായില്ല. ആലോചിച്ച് നോക്കിയാലേ, വല്ലാത്ത അത്ഭുതം. ഇത്രയും മക്കൾ മരിച്ചാലെങ്കിലും ചിലർക്ക് വിരക്തി ഉണ്ടാവണ്ടേ, ഇതൊന്നും ശാശ്വതമല്ല എന്ന്. അത് പറഞ്ഞു. രാജൻ വിളിക്കുകയാണ് ഇതിന്, ശീഘ്രം നിർഗമ്യത, ഇനി ഒരു നിമിഷം അങ്ങ് ഈ കൊട്ടാരത്തിൽ ഞാൻ പറയാണ് നിൽക്കരുത്. കാലം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഗതം സമീപം വന്നിരിക്കുന്ന ഈ ഭയം കണ്ടാലും, എന്ത് ഭയമാണ്? കാലം പോവുകയാണ്, മരണം വരാൻ പോവുകയാണ്. ഇനി ഇവിടെ തന്നെ അങ്ങനെ ഇരുന്നത് കൊണ്ട് എന്താണ് നേടാനുള്ളത്? നിർഗമ്യതാം ശീഘ്രം പശ്യേദം ഭയമാഗതം. ഏത് ഭയമാണ് വെച്ചാൽ മരണമാണ്. പ്രതിക്രിയാനയസ്തേഹ കുതശ്ചിൽ കർക്കിജിത് പ്രഭോ സഹേവ ഭഗവാൻ കാല സർവേഷാം ന സമാഗത. അതിന് പ്രതിക്രിയ ഇല്ല. കാലം പോകുന്നതിന് പിടിച്ചു നിർത്താൻ ആർക്കും പറ്റുകയാണ്. ദുസ്തരാന്ന് നേരത്തെ തന്നെ പറഞ്ഞു. ഇവിടെ പ്രതിക്രിയാന, ഏതൊരു കാലത്തിൻ്റെ ആ ഒഴുക്കിനാണ്, യാനത്തിന്, ഗമനത്തിനാണ് പ്രതിക്രിയ ഇല്ലാത്തത്. ഒരിക്കലും ഇല്ല. കുതശ്ചിത് കർക്കിജിത് പ്രഭോ സൈബ ഭഗവാൻ കാല സർവേഷാം ന സമാഗത. ആ ഭഗവാൻ തന്നെയാണ് കാലം എന്ന് പറയുന്നത്. സർവന്മാരായിരിക്കുന്നവരുടെയും ആ കാലം, മരണം വന്നു ചേർന്നിരിക്കുന്നു. അതാണ് ഭയമാഗതം എന്ന് പറഞ്ഞത്. ഏന ചൈവാഭിപന്നോയം പ്രാണേ പ്രിയതമേരഭി ജനസദ്യോഭിയുക്ഷേതക്കുമുദാന്യർധനാദിഭി. വിദുരൻ പറഞ്ഞു കൊടുക്കുകയാണ്. യാതൊന്നിനാൽ അഭിപന്ന, ഏന അഭിപന്ന, അയം ജനഃ, ഈ ജനം, പ്രിയതമൈ, ഏറ്റവും പ്രിയപ്പെട്ട, പ്രാണൈ, പ്രാണങ്ങളാലും, സദ്യ, ഉടൻ, വിയുജ്യേത, വിയുക്തനായി വരും, അന്യേ, അന്യങ്ങളായ ധനാദിപി, ദാനങ്ങൾ, ധനാദികളാൽ പിന്നെ പറയപ്പെടണമോ. എന്താണ് കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രാണനടക്കം പോണ്ടി വരും. ഉടൻ വിയുജ്യേത, ഉടൻ തന്നെ പ്രാണൻ പോകും. ഏന ചൈവാഭിപന്നോ, കാലത്തിൻ്റെ ഏതൊരു ശക്തി കൊണ്ടാണ് പ്രാണൻ പോലും പോകുന്നത്. പിന്നെ ധനം, വീട് മുതലായിട്ട് നിൽക്കുമോ നമ്മുടെ കൂടെ? പ്രാണൻ പോലും നിൽക്കണില്ല. ഉണ്ടോ? നമ്മുടെ ശരീരത്തിലുള്ള പ്രാണനടക്കം വിട്ടുപോവുക. കിമു ധാന്യർ ധനാദിപി, പിന്നെ ധനാദികളുടെ കാര്യം പറയാനുണ്ടോ? അതെങ്ങനെയാണ് നമ്മുടെ കൂടെ നിൽക്കുക? നമുക്കതിനെ വിട്ടുപിരിയണം, അല്ലെങ്കിൽ അത് നമ്മളെ വിട്ടുപിരിയും, അത് ഉറപ്പാണ്. ജനസദ്യോ വിയുജ്യേത, വളരെ വേഗം ഇതൊക്കെ വിട്ടുപോകുന്ന അവസ്ഥയുണ്ടാവും. അതുകൊണ്ടാണ് ഭയമാഗതം, പശ്യേദം ഭയമാഗതം. വിദുരൻ ധൃതരാഷ്ട്രക്ക് വിരക്തി ഉണ്ടാക്കാൻ ഉപദേശിക്കുകയാണ്. പിതൃഭ്രാത് സുഹൃത് പുത്ര കഥാർത്ഥേ വിഗതം ഭയ. അങ്ങയുടെ എല്ലാവരും മരിച്ചു. പിതൃഭ്രാത് സുഹൃത്, പിതാവ്, സഹോദരൻ, ഇഷ്ടപ്പെട്ട പുത്രന്മാർ 101 ആൾ, എല്ലാ ഹത, മരിച്ചില്ലേ? ഇനി എന്താണ് വിരക്തി വരാത്ത? വയ വിഗതം, വയസ്സതിക്രമിച്ച ശരീരവും. ഇവിടെ ആത്മാ എന്ന് പറഞ്ഞാൽ ശരീരമാണ്, ആത്മാവല്ല.
ഇവിടെ ആത്മാ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആത്മാവെന്ന് പറയും. ആത്മാച്ച ജരയാഗ്രസ്താൽ, ആത്മാവിന് ജര ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇവിടെ ജരയാഗ്രസ്ത എന്ന് പറഞ്ഞാൽ ശരീരമാണ് അർത്ഥം, ആത്മാവിന് അല്ല, ശരീരത്തിന്. ആത്മാ മീൻസ് ജര, അവിടെ ശരീരം. ആത്മാച്ച ജരയാഗ്രസ്ത, ശരീരത്തിന് ജര ബാധിച്ചിരിക്കുന്നു, വയസ്സായി. ധൃതരാഷ്ട്രർക്ക് ഒരുപാട് വയസ്സായിരിക്കണം. പരകേകം ഉപാസസി, വേറൊരു ആളുടെ സ്ഥലത്താണ് വസിക്കുന്നത്. കാരണം ഒക്കെ ഭീമൻ്റെ പാണ്ഡവന്മാരുടെ അധീനതയിലായി കഴിഞ്ഞിരിക്കുന്നു ഹസ്തിനാപുരം. ആ ഭീമൻ്റെ മേൽനോട്ടത്തിലും ഭരണത്തിലും അധികാരത്തിലും ആണ് ധൃതരാഷ്ട്ര ഔദാര്യത്തിൽ കഴിയണത്. അപ്പോൾ എത്രത്തോളം സുഖം ഉണ്ടാവും. ഭീമൻ പറഞ്ഞതൊക്കെ കേൾക്കണം, ചീത്ത പറഞ്ഞാൽ അതും കേൾക്കണം, വേണ്ടേ? ഇവിടെ പിതൃഭ്രാതൃ സുഹൃത് പുത്ര ഹത, എല്ലാ വേണ്ടപ്പെട്ടവരും മരിച്ചു. പ്രാണനടക്കം എന്താ പോകാൻ പോകണം, വിഗതം വയസ്സായി. ആത്മാച ജരയാഗ്രത, ആത്മാവിടെ ശരീരം ജരയെ ബാധിച്ചിരിക്കുന്നു, മറ്റൊരാളുടെ അധീനതയിൽ കഴിയേണ്ടതായിട്ടും വന്നിരിക്കുന്നു. എന്നിട്ടും ജീവിക്കണം. ഒരു ധൃതരാഷ്ട്രകൻ എല്ലാവരുടെയും സ്ഥിതിയാണ്. അഹോ മഹീയസീ ജന്തോർ ജീവിതാശായ ഭവാൻ ഭീമേനാവർത്തിതം പിണ്ടമാദത്തെ ഗൃഹപാലവൽ. അഹോ മഹീയസി ജന്തോർ ജീവിതാശാ മഹീയസി ചില ഗ്രന്ഥത്തിൽ കാണാം. ഇവിടെ യയാഭവാൻ എന്നാണ്. രണ്ടും ഒന്ന് യയാഭവാൻ, ഭവാനെ പോലെ എന്നാണ്. ഒന്ന് മഹീയസി, വളരെയധികം എന്നാണ്. ജീവിതാശാ ബലീയസി എന്ന് കാണാം ചിലതിൽ. ഇവിടെ യയാഭവാൻ. മഹീയസി ജന്തോർ ജീവിതാശ, ഇത്രയൊക്കെ ദുഃഖത്തെ തരുന്ന ശരീരമാണെങ്കിലും നമുക്കൊരു ദിവസമെങ്കിലും അധികം ഇതിൽ ജീവിച്ചിരിക്കണം എന്നല്ലേ ആഗ്രഹം. ആലോചിച്ച് നോക്കിയാലേ, 2 ദിവസം വെൻറ്റിലേറ്ററിൽ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിർത്താൻ വയ്ക്കിച്ചാൽ നിർത്തണം, എന്നെ കൊല്ലരുത് എന്ന് പറയണവരാണ് നമ്മൾ. എന്താ എന്നിട്ട് കാര്യം? അതെടുത്താൽ മരിക്കുകയാണെന്നറിയാം, എന്നാലും 2 ദിവസം ജീവിക്കാമല്ലോ. അപ്പം അത്രമാത്രം ഈ ശരീരത്തോട് എല്ലാവർക്കും സ്നേഹമുണ്ട്. അഹോ മഹീയസി ജന്തോർ ജീവിതാശ, മഹീയസി വളരെയധികം, ജീവിതാശ ബലീയസി ഏയാഭവാനുണ്ട്. അപ്പം എന്തൊരു മാത്രം ശരീരത്തിനോട് ആസക്തിയാണ് ജീവജാലങ്ങൾക്കൊക്കെ ഉണ്ടത്, മനുഷ്യന് മാത്രമല്ല കേട്ടോ. എങ്ങനെ ഇപ്പോൾ ഇവിടെ ഭക്ഷണമൊക്കെ കഴിക്കണത്? ധൃതരാഷ്ട്ര ഭീമൻ അവജ്ഞയോട് കൂടിയിട്ട് കൊടുക്കുക, വേണച്ചാ കഴിച്ചോ എന്ന് പറഞ്ഞ് മിണ്ടരുത് ഇവിടെ എന്ന് പറഞ്ഞ് പിണ്ടം ആദത്തെ ഗൃഹപാലവൻ, പിണ്ടം ഭക്ഷണ ചോറിൻ്റെ ഉരുള, അതിങ്ങനെ എറിയ അത്ര വേണച്ചാൽ കൊടുത്തോ പറഞ്ഞിട്ടാണ് അവജ്ഞയോട് കൂടിയിട്ട്. ഗൃഹപാലൻ എന്ന് പറഞ്ഞാൽ ശ്വാക്കൾക്കൊക്കെ എറിഞ്ഞ് കൊടുക്കണ പോലെ ഗൃഹപാലവൻ ശ്വാവിന് തുല്യമായിട്ടാണ് അങ്ങിപ്പോൾ ഇവിടെ കഴിയണത്. ഭീമൻ്റെ അവജ്ഞ നല്ലോണ്ട്. കാരണം കുന്തിയെ ദ്രോഹിച്ചു, പാണ്ഡവരെ ദ്രോഹിച്ചു. ദുര്യോധനൻ്റെ വാക്ക് കേട്ട് പാണ്ഡവരെ ദ്രോഹിച്ച ദേഷ്യം ഭീമൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ ഇപ്പോൾ കാണിക്കണം. അന്ന് അങ്ങനെ ചെയ്തില്ലേ, എന്നിങ്ങനെ ചെയ്തില്ലേ, അനുഭവിക്കുക. ഒരു ധൈര്യങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഇവിടെ ഈ ലോകത്തിൽ ഒരാളെ ആശ്രയിച്ച് കഴിയേണ്ട എണ്ണം കൂടി കാണിക്കണം കേട്ടോ. അത് ലോകത്തിൽ എത്രയോ ആളുകൾ പരാശ്രയത്തിൽ കഴിയുന്നുണ്ടല്ലേ. അവരുടെ ഒരു ദയനീയമായ അവസ്ഥ ശരിക്കും ഇത് കൂടെ കാണിച്ചിരിക്കുകയാണ്. ആശ്രയത്തിൽ വന്നാൽ അവന് പിന്നെ എന്തൊരു സുഖമാണ് ഉണ്ടാവുക. അഭിമാനം എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? ഭീമേന ആവർജിതം പിണ്ടം, വലിച്ചെറിഞ്ഞ ചോറുള്ള കഴിച്ചിട്ട് എന്തിനാണ് ധൃതരാഷ്ട്ര മഹാരാജാവേ ഈ ഹസ്തിനാപുരിയിൽ ഭീമൻ്റെ ചീത്ത കേട്ട് അവജ്ഞയോട് കൂടി ഇങ്ങനെ കഴിയണത്? ഇനിയിപ്പോൾ അല്ലാതെ എന്താ ചെയ്യുക? ഹിമാലയത്തിലേക്ക് സന്യസിച്ചിട്ട് പോവുക. പണ്ടൊക്കെ അങ്ങനെ ചെയ്യാം, ഭക്ഷണം കിട്ടും, എന്തെങ്കിലുമൊക്കെ നോക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടാവും. അഗ്നിർനിസൃഷ്ടോ ദത്തച്ചഗരോധാരാശ്ചദൂഷിത, തീ വയ്ക്കപ്പെട്ടതായിട്ടുള്ള വിഷവും കൊടുത്ത് ഏതൊക്കെ പ്രകാരത്തിൽ ദ്രോഹിച്ചുവോ. പിന്നെയോ ക്ഷേത്രം, ധനം, മൃതം, ഭൂമിയും ധനം ഒക്കെ അപഹരിക്കപ്പെട്ടു. എല്ലാം ഭീമൻ കൈക്കലാക്കി. പാണ്ഡവർ രാജാവായതുകൊണ്ട് കൈക്കലാക്കിയിരിക്കുന്നു. ജപ്തി ചെയ്ത് കൈക്കലാക്കി ഒന്നും ഇവരുടെ കയ്യിലില്ലാണ്ടാക്കുന്നതിനാണ് ഹൃദ. ഭൂമി, ധാന്യം മുതലായിട്ടതെല്ലാം എടുത്തു. ഇനി ഒന്നും അങ്ങടെ കയ്യിലില്ല.
അവരാൽ നൽകപ്പെടുന്ന തദ്ദത്തൈ, അവരാൽ നൽകപ്പെടുന്ന ഭക്ഷണവും കഴിച്ചിട്ട് പ്രാണനെ നിലനിർത്തുക. അപ്പോൾ പ്രാണൻ നിലനിൽക്കുന്നത് അവരുടെ ഔദാര്യമാണ്, രക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അഗ്നിർ നിതിട്ടോ ദത്തച്ചകരോ ധാരാച്ച ദൂഷിത, തീ വയ്ക്കപ്പെട്ടു, വിഷം നൽകപ്പെട്ടു. യാതൊരുത്തരുടെ ഭാര്യ ദുഷിപ്പിക്കുകയും ചെയ്തു പാഞ്ചാലി, എല്ലാം ചെയ്തു. ഒക്കെ പാണ്ഡവന്മാരോട് ചെയ്ത ദ്രോഹമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വിഷം കൊടുത്ത് ഭീമനെ കൊല്ലാനുള്ള ശ്രമമാണ് ഗരോദത്തച്ച. കൊല്ലാൻ നോക്കി ഒരിക്കൽ ദുര്യോധനൻ ഭീമനെ, അരക്കിതിലെത്തിട്ട് ചുടാൻ നോക്കി അഗ്നി നിഷിഷ്ടോ. പത്നി പാഞ്ചാലി അപമാനിക്കപ്പെട്ടു. ഇതെല്ലാം ചെയ്തതുകൊണ്ട് അവർക്ക് നിങ്ങളോട് നല്ല ഭാവം വരുമോ മനസ്സിൽ? ഹൃദം ക്ഷേത്രം, എത്ര കൃഷിസ്ഥലം, നിങ്ങളുടെ കൃഷിസ്ഥലോ ഭൂമിയോ എല്ലാം അപഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അവർ നൽകിയ ഔദാര്യമാണ് നിങ്ങളുടെ ജീവിതം. എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കണം എന്ന് ധൃതരാഷ്ട്രക്ക് വിരക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പറയണം. തസ്യാപിത്തവ ദേഹോയം കൃപണസ്സ ജിജീവിഷോ പരേത്യനിച്ചതോ ജീർണോ ജരയാ വാസസി ഇവ. കൃപണസ്യ വിരക്തിയില്ലാത്തവരും, ജിജീവിഷോ ജീവിപ്പാൻ ഇച്ഛിക്കുന്നവനും ആയ, തസ്യ തവ അഭി അങ്ങയുടെയും, അയന്തേക ഈ ശരീരം, അനിച്ഛത ഇച്ഛിക്കാതിരിക്കെ പരേതി നശിക്കും. ഔദാര്യത്തിൽ കഴിയുന്ന ഈ ശരീരം ഉണ്ടല്ലോ, ഇനിയും ജീവിക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ടല്ലോ. ആർക്കെങ്കിലും ജീവിച്ചിട്ട് മതിയായിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല. പക്ഷെ അതുകൊണ്ട് കൃത്യസമയം എന്നാൽ പോവാതിരിക്കുമോ? അങ്ങ് പോലും അറിയാതെ ഈ ശരീരം വിട്ടു പോകേണ്ടതായിട്ട് വരും. ഏതുപോലെ? ചരയാവാസീവ, പഴയ വസ്ത്രങ്ങൾ മാറുന്നത് പോലെ. പഴയ വസ്ത്രങ്ങളാണ് മാറി പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ മരണം വരും. ഈ ശരീരം ഇവിടെ ഇട്ട് പോവുക, വേറെ ശരീരം സ്വീകരിക്കേണ്ടി വരും, അതുറപ്പാ. പിന്നെ എന്തിനാണ് ഈ ശരീരത്തിലെ ആസക്തിയും വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ കൂടണത്? തസ്യാഭിത്തവ ദേഹോയം കൃപണസ്യ ജിജീവിഷോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ 2 ദിവസമെങ്കിലും ഈ ലോകത്തിൽ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കഷ്ടമായിട്ട് പരിഹാസ്യമാണ്. മറ്റൊരു വസ്ത്രം ഉപേക്ഷിക്കുന്നത് പോലെ ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ആത്മാവ് വേറൊരു ശരീരത്തെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഇതിൽ ആസക്തി ഇനി കുറച്ചേക്കൂ, തീരെ വേണ്ടാന്ന് വെച്ചേക്കൂ, അതാണ് നല്ലത്. മരിക്കുമ്പോൾ എപ്പോഴും അനാസക്തി അതുണ്ടാവേണ്ടതെന്നാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനോടും ആസക്തി ഉണ്ടാവരുത്, പിന്നെ വിട്ടുപോകാനൊരു വിഷമം ഉണ്ടാവില്ല. ഗതസ്വാർത്ഥഭിമം ദേഹം വിരക്തോ മുക്തബന്ധന, വിരക്തോ മുക്തബന്ധന, വിഷയങ്ങളിൽ രാഗമില്ലാത്തവനും മോചിക്കപ്പെട്ടവനും ആയ മുക്തബന്ധന, ബന്ധനമില്ലാത്തവനും അവിജ്ഞാതഗതി അറിയപ്പെടാത്ത സഞ്ചാരത്തോടു കൂടിയവനുമായിട്ട് അങ്ങ് എന്തു ചെയ്യണം? ഈ ശരീരത്തെ വെടിയണം. ഗതസ്വാർത്ഥമിമം, സ്വപ്രയോജനശൂന്യം ആയ, ഒരു പ്രയോജനവും ഇല്ലാത്ത ഗത. സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഗത. ഗതസ്വാർത്ഥം, സ്വാർത്ഥയ്ക്ക് ഉതകാത്തത്, ഒരു പ്രയോജനവും ഇല്ലാത്ത. സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ തനിക്ക് വേണ്ടി എന്നാണ്. തനിക്ക് വേണ്ടി ഈ ശരീരം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ശരീരം കൊണ്ട് എന്ത് കിട്ടുന്നു, ഒന്നും കിട്ടുന്നില്ല. ഗതസ്വാർത്ഥമിമം, ഒന്നും തന്നെ നേടാൻ കഴിയാത്ത ഈ ദേഹം. വിരക്തോ മുക്തബന്ധന, എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തി നേടി ആരും അറിയാതെ എവിടെയെങ്കിലും കഴിച്ചു കൂട്ടുക, ഹിമാലയത്തിലോ. ആരും അറിയണ്ട താൻ ആരാണോ, ചുറ്റുമുള്ളവരാരാണോ തനിക്കും അറിയണ്ട. അവിജ്ഞാതഗതിർ ജക്യാർസഭേ ധീര ഉദാഹൃത, അവനെയാണ് ധീരൻ എന്ന് പറയേണ്ടത്. ആരുമായിട്ട് ബന്ധമില്ല, തന്നെ ആരും അറിയണ്ട, തനിക്ക് ആരും അറിയണ്ട. അങ്ങനെ ഈ വന്ന ശരീരമാണ് പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്നവനാണ് രാജാവേ ധീരൻ. അതിനങ്ങക്ക് ഇനിയെങ്കിലും തയ്യാറായി കൂടെ എന്ന് വിതുരൻ. അങ്ങനത്തെ ഒരു ഉപദേശമാണ് മരിക്കുന്ന സമയത്തുണ്ട്. എല്ലാറ്റിനോടുള്ള ബന്ധം വിട്ടേക്കൂ, എല്ലാം കഴിയാൻ പോവുകയാണ്. അത് നേരത്തെ തന്നെ നമ്മൾ തയ്യാറായാൽ മരണം ഒരു വിഷമമുള്ള അനുഭവം ആവില്ല, തിരിച്ചായാലാണ് ആവുക. യസ്വകാത്പരതോ വേഗാജാത നിർവേദ ആത്മവാൻ ഗതികൃത്വാകരിങ്കേകാൾ പ്രവ്രജേത് സ നരോത്തമ.
സ്വ അഭിപ്രായത്തിലോ മറ്റൊരാൾ പറഞ്ഞത് കേട്ടിട്ടോ വിരക്തി ഉണ്ടാവുക. സ്വകാത് സ്വന്തം അഭിപ്രായത്താലോ, പരത മറ്റൊരാളുടെ അഭിപ്രായത്താലോ, ജാത നിർവേദം വിരക്തി ജനിച്ചവനും, ആത്മവാൻ ആത്മാവിനെ അറിഞ്ഞവനും ആയിട്ട്. ആത്മാവിനെയാണ് അറിയേണ്ടത്, ശരീരത്തെ അല്ല. കാരണം ആത്മാവ് നശിക്കണില്ല, ശരീരം നശിക്കണതാണ്. അതിനെ അറിഞ്ഞിട്ട് എന്ത് കാര്യം? ഹൃദി ഹരിം കൃത്വ ഹൃദയത്തിൽ ഹരിയെ ഉറപ്പിച്ചിട്ട് എന്ത് ചെയ്യുക? ഗേഹാത് യാ പ്രവ്രജേത് വീട്ടിൽ നിന്ന് ഏതൊരാൾ പ്രവ്രാജനം ചെയ്യുക, എല്ലാം ഉപേക്ഷിച്ച് പോകുന്നതിനാണ് പ്രവ്രാജനം ചെയ്യുക. ഉപേക്ഷിച്ച് പോകുന്നുവോ അവനാണ് ധീരൻ. വീടും കൂടി വിടണം എന്നാണ്. ശരീരത്തിനെയൊക്കെ വിട്ട് ആത്മാവിൽ മാത്രം മനസ്സ് നിർത്തി ഈശ്വരനെ ചിന്തിച്ച് മുക്തി നേടി വീട് പോലും വിട്ട് ഏതൊരാൾ പ്രവ്രജേത് പ്രവ്രാജനം ചെയ്യുന്നു അവനെയാണ് നമ്മൾ ധീരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കൊട്ടാരത്തിൽ ഇവൻ്റെ ചീത്ത കേട്ടിട്ട് ഇനി ഒരിക്കലും അങ്ങ് ഇരിക്കരുത്. അതോ ദീജിന്ദിശം ജാതുസ്തൈരജ്ഞാതിഗതി ഭവാൻ ഉദീജി വടക്ക്. അതുകൊണ്ട് അങ്ങ് വടക്കോട്ട് പോവുകയാണ് വേണ്ടത്, ഹിമാലയത്തിലേക്ക്. ദിശം ജാതു ആ ദിശയിലേക്ക് പോകുക. സ്വൈരജ്ഞാതഗതി ഭവാൻ സ്വൈരമായിരിക്കുന്ന അജ്ഞാതഗതി, ജ്ഞാതഗതി അല്ല അജ്ഞാനഗതി, സ്വൈരജ്ഞാനഗതി ആരും അറിയാത്ത രീതിയിലുള്ള ഒരു ഗതിയെ പ്രാപിക്കൂ. ഇനിയൊന്നും അറിയേണ്ടതൊക്കെ കഴിഞ്ഞു. ഇതോർവാ പ്രായശക്കാല പുംസാങ്കുണ വികർഷണ പ്രായശ ഇതം അർവാ ഇനിമേലുള്ള കാലം പുമാന്മാരുടെ ഗുണങ്ങളെ നശിപ്പിക്കുന്നതാകുന്നു. കലികാലമാണ് വരാൻ പോണത്, ഒട്ടും നല്ല കാലമല്ല. ഇതോർവാക് പ്രായശക്കാല എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലം പുംസാം മനുഷ്യന് ദോഷകരമാണ്. ഗുണവികർഷണ ഗുണങ്ങളെ ഇല്ലാണ്ടാക്കുന്ന കലികാലം നല്ല കാലമല്ല. അതുകൊണ്ട് പ്രവ്രാജനം ചെയ്ത് ഇവിടെ നിന്ന് പോവുകയാണ് നല്ലത്. പ്രകാരം വിതുരനാൽ ഉപദേശിക്കപ്പെട്ടു. അങ്ങനെ ധൃതരാഷ്ട്രർ ഉപേക്ഷിച്ച് പോവുകയാണ്. ഈ വാക്ക് കേട്ടു വിരക്തി ഉണ്ടായി. ചിലരുടെ വാക്ക് കേട്ടാൽ വിരക്തി ഉണ്ടാവും, പറയണ പോലെ അങ്ങോട്ട് പറഞ്ഞാലെന്നർത്ഥം. വിരക്തി വന്നതിന് ശേഷമുള്ള പ്രവ്രാജനം, കൗരവംശത്തിൻ്റെ പ്രസ്ഥാനം ഇല്ലാണ്ടാവൽ ആണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യസ്തകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.